ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് സദ്യയിലേക്കൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓലൻ്റെ റെസിപ്പി ആയിട്ടാണ്. വൻപയറും അതുപോലെ കുമ്പളങ്ങിയൊക്കെ വെച്ചിട്ടാട്ടോ നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. കുറേ പേർക്ക് അറിയുന്നവർക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാനിന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പോളം വൻപയറാട്ടോ എടുത്തിട്ടുള്ളത്. ബ്രൗൺ കളറുള്ള വൻപയറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ വൈറ്റ് കളറും വരുന്നുണ്ട്. ഈ ഒരു ബ്രൗൺ കളറുള്ള വെച്ച് ചെയ്തെടുക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നല്ലപോലെ വാഷ് ചെയ്തെടുത്ത് നമുക്കിതൊരു കുക്കറിലോട്ട് മാറ്റിയെടുക്കാം. ഇത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടൊന്നുമില്ല കേട്ടോ, ഡയറക്റ്റായിട്ട് അങ്ങ് യൂസ് ചെയ്യുകയാണ്. വെള്ളത്തിലിട്ട് കുതിർക്കാത്തതാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം അധികം വേവിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളം കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ടൈം നമുക്ക് അധിക ടൈമും കൂടെ വേവിച്ചെടുക്കേണ്ടി വരും. എന്താ വെച്ചാൽ ഞാൻ വെള്ളത്തിലിട്ട് കുതിർക്ക് എടുക്കാത്തതുകൊണ്ട്. ഇപ്പോൾ വെള്ളത്തിലിട്ട് കുതിർത്തിയതാണെന്നുണ്ടെങ്കിൽ 2 വിസിലുകൊണ്ട് തന്നെ ആവും കേട്ടോ. ഇതിപ്പോൾ 2 വിസിൽ കഴിഞ്ഞിട്ട് നമുക്കൊരു 5 മിനിറ്റോളം ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് അങ്ങ് വെച്ചാൽ മതിയേ. ഇനി ഇതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കിലോന് കുമ്പളങ്ങ കേട്ടോ വേണ്ടത്. 1 കിലോ കുമ്പളങ്ങ എടുത്തിട്ട് അതിൻ്റെ തൊലിയും അതുപോലെ ആ കുരുവിൻ്റെ പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം കട്ടില്ലാതെ ഇതുപോലെ ഒന്ന് നൈസായിട്ടാട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എടുക്കുമ്പോഴേക്കിന് ഒരു 1/2 കിലോന് എന്തായാലും കുമ്പളങ്ങ ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ഒന്ന് മാറ്റിയിട്ട് വെച്ച് കൊടുക്കാം. വൻപയർ വേവായിട്ട് വന്നാൽ നമുക്കൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എയറൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുമ്പളങ്ങയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 3 അല്ലെങ്കിൽ 4 പച്ചമുളക് കിട്ടും. അത് എരിവിനനുസരിച്ചിട്ട് ആഡ് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 3 ആട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 2 തണ്ട് കറിവേപ്പിൻ്റെലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റിൽ കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 കപ്പോളം തേങ്ങാപ്പാൽ കേട്ടോ. 2ാം പാലാണ് എടുത്തിട്ടുള്ളത്. 1ാം പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ലാസ്റ്റിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് 1 കപ്പോളം ആട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിപ്പോൾ ഒരു ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അങ്ങ് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റിയിട്ട് വേവിച്ചെടുത്താൽ മതിയേ. ഇപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റിയിട്ട് ഒരു 4 to 5 മിനിറ്റ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് വേവായിട്ട് വരും. പിന്നെ ശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ അതാ ഒരു 4 മിനിറ്റോളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങയൊക്കെ ഏകദേശം വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ടൈം നമുക്കിതൊന്ന് തുറന്നിട്ടിട്ടൊന്നും കൂടെ വേവിക്കണം കേട്ടോ. ഒരു 3 മിനിറ്റോളൊക്കെ തുറന്നിട്ടുണ്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് കുറുകിയിട്ട് വരികയും ചെയ്യും കേട്ടോ. ഇപ്പോൾ അതാ 2-3 മിനിറ്റോളം ഞാനൊന്ന് തുറന്നിട്ടിട്ടും കൂടെ വേവിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കുറച്ച് ഇങ്ങനെ ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഫസ്റ്റ് പാൽ, നല്ല കട്ടിയുള്ള ഫസ്റ്റ് പാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, 1ാം പാൽ, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് 1 കപ്പോളാണ് എടുത്തിട്ടുള്ളത്. അതങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയിൽ വേണ്ടിട്ട് നമ്മൾ എടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി അധികം അങ്ങ് തിളക്കാനായിട്ടൊന്നും ഇടരുത് കേട്ടോ. ജസ്റ്റ് ഒന്നങ്ങ് ചൂടായിട്ട് വന്നാൽ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെലയും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ കേട്ടോ, പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇതിലേക്ക് വറവൊന്നും ഇടുന്നില്ല കേട്ടോ, ഇങ്ങനെ ചെയ്തെടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഓലൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ. ഇനി ഉപ്പ് എന്തെങ്കിലും കമ്മിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നോക്കിയതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് എന്തെങ്കിലും കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലൊക്കെ അപ്പോൾ കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഓലൻ്റെ റെസിപ്പി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.